Ladies and boys and girls, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ ഡിജിറ്റൽ ഡോട്ട്സ് ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ഞാൻ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു, റീനെയിം ചെയ്ത് മെയിൻ എന്ന് കൊടുത്തു. ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു, അതിനായി റൈറ്റ് ക്ലിക്ക്, ന്യൂ സോളിഡ് സെലക്ട് ചെയ്യുക, റീനെയിം ചെയ്ത് നോയ്സ് എന്ന് കൊടുത്തു. ഇഫക്ട്സ് ഓഫ് പ്രീസസിൽ പോയി ഫ്രാക്ടൽ നോയ്സ് ആഡ് ആക്കി. നോയ്സ് ടൈപ്പ് സ്പ്ലൈൻ, കോൺട്രാസ്റ്റ് 300, under transform scale 300, complexity 10, evolution keyframe set ചെയ്തു at the beginning of the timeline. ഞാൻ 3 സെക്കൻഡിൽ പ്ലേ ഹെഡ് കൊണ്ട് വെച്ചിട്ട് എവല്യൂഷൻ കീ ഫ്രെയിം 3 ടൈംസ് ആക്കി. ഇനി ഞാൻ ഈ നോയ്സ് ലെയർ പ്രീകോം ചെയ്യുകയാണ്. അതിനായി റൈറ്റ് ക്ലിക്ക്, പ്രീ കമ്പോസ്. ഈ ഡയലോഗ് ബോക്സിൽ ഞാൻ മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ചെയ്ത് ന്യൂ കോമ്പോസിഷൻ സെലക്ട് ചെയ്തു, റീനെയിം ചെയ്തു ഫ്രാക്ടൽ നോയ്സ് എന്ന് കൊടുത്തു. ഞാൻ ഈ കോംബ് ഹൈഡ് ചെയ്തു ബൈ ക്ലിക്കിംഗ് ഹിയർ. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ആഡ് ചെയ്തു. ടെസ്റ്റ് ലെയർ പ്രീകോം ചെയ്തു, റീനെയിം ചെയ്ത് ടെസ്റ്റ് എന്ന് കൊടുത്തു. ഫ്രാക്ടൽ നോയ്സ് കോമ്പിൽ കാണുന്ന ട്രാക്ക് മാറ്റ് അടുത്തുള്ള പിക് വിപ് ടെയിൽ ഞാൻ ടെസ്റ്റ് കോമ്പിൽ ആഡ് ആക്കി. ഫ്രാക്ടൽ നോയ്സ് കോംബ് ഓൺ ചെയ്തു, ബോത്ത് കോംബ് സെലക്ട് ചെയ്തു, പ്രീ കോം, റീനെയിം ചെയ്ത് ട്രാൻസിഷൻ എന്ന് കൊടുത്തു. ഇഫക്ട്സ് ഓഫ് പ്രീസസിൽ പോയി CC ബോൾ ആക്ഷൻ ആഡ് ആക്കി. ഫസ്റ്റ് ഗ്രിഡ് സ്പേസിംഗ് 3, റൊട്ടേഷൻ ആക്സിസ് Y ആക്സിസ്, റൊട്ടേഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്തു അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ. ഞാൻ 3 സെക്കൻഡിൽ പോയി 1 ടൈം ആക്കി റൊട്ടേഷൻ കീ ഫ്രെയിം. ട്വിസ്റ്റ് പ്രോപ്പർട്ടി ബ്രൈറ്റ്നസ് സെലക്ട് ചെയ്തു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ പ്ലേ ഹെഡ് കൊണ്ട് വെച്ചിട്ട് ട്വിസ്റ്റ് ആംഗിൾ കീ ഫ്രെയിം സെറ്റ് ചെയ്തു. ട്വിസ്റ്റ് ആംഗിൾ 10 ഡിഗ്രി. ഞാനൊരു 1 സെക്കൻഡ് ആൻഡ് 50 ഫ്രെയിംസിൽ പ്ലേ ഹെഡ് കൊണ്ട് വെച്ചിട്ട് ട്വിസ്റ്റ് ആംഗിൾ 180 ഡിഗ്രി ആക്കി. 3 സെക്കൻഡിൽ പോയി ട്വിസ്റ്റ് ആംഗിൾ ഞാൻ 10 ഡിഗ്രി ആക്കി. Easy is all keyframes. റൊട്ടേഷനിൽ കാണുന്ന ഫസ്റ്റ് കീ ഫ്രെയിം ഞാൻ 50 ഫ്രെയിംസിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫസ്റ്റ് ലെറ്ററിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് എഫക്റ്റ് കിട്ടും. ഇനി ഞാൻ സെക്കൻഡ് ടെസ്റ്റ് ആഡ് ആക്കുകയാണ്. ഞാൻ പ്ലേ ഹെഡ് 1 സെക്കൻഡ് ആൻഡ് 50 ഫ്രെയിംസിൽ കൊണ്ടുവച്ചു. ഇവിടെയാണ് ട്രാൻസിഷൻ നടക്കുന്നത്. എൻ്റെ ട്രാൻസിഷൻ കോം ഡബിൾ ക്ലിക്ക് ചെയ്തു, ടെസ്റ്റ് കോം ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ ടെസ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ലെറ്ററിൻ്റെ റൈറ്റിൽ കാണുന്ന ബാക്കി പോർഷൻസും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ടെസ്റ്റിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ബാക്കി പോർഷൻസും ഡിലീറ്റ് ചെയ്തു. മേക്ക് ഷുവർ പ്ലേ ഹെഡ് 1 സെക്കൻഡ് ആൻഡ് 50 ഫ്രെയിംസിലായിരിക്കണം. ഞാൻ ടെസ്റ്റ് ആഡ് ചെയ്തു. ഞാൻ വ്യൂവിൽ പോയി ഷോ റൂളേഴ്സ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ലെറ്റർ ഇതുപോലെ ലൈൻസ് ആഡ് ആക്കി. എന്നിട്ട് സെക്കൻഡ് ലെറ്ററിൽ പോയി ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. മെയിൻ കോമ്പിൽ പോകുമ്പോൾ ഇതുപോലൊരു എഫക്റ്റ് കിട്ടും. ഇനി ഞാൻ കളേഴ്സ് ആഡ് ചെയ്യുകയാണ്. അതിനായി ഇഫക്ട്സ് ഓഫ് പ്രീസസിൽ പോയി ട്രൈറ്റോൺ ആഡ് ചെയ്തു. ഹൈലൈറ്റ്സ്, മിഡ് ടോൺസ് ആൻഡ് ഷാഡോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇനി ഞാൻ ഗ്ലോ കൂടെ ആഡ് ആക്കി. ഇഫക്ട്സ് ഓഫ് പ്രീസസിൽ പോയി ഗ്ലോ, ഞാൻ ഈ എല്ലാ കീ ഫ്രെയിംസും സെലക്ട് ചെയ്ത് 5 ഫ്രെയിംസിൽ പ്ലേ ഹെഡ് കൊണ്ടുവച്ചു. എന്നിട്ട് ഈ ഫ്രെയിംസ് പ്ലേസ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് ലെറ്ററിൻ്റെ ട്രാൻസിഷൻ കുറച്ച് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ വേർഡ്സ് സ്റ്റേഷനറി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിത് ചേഞ്ച് ചെയ്യാനായി ട്രാൻസിഷൻ കോം ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഫ്രാക്ടൽ നോയ്സ് കോം ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ എൻഡ് കീ ഫ്രെയിം അടുത്ത എൻഡിൽ കൊണ്ടുവച്ചു. ഇപ്പോൾ നമ്മുടെ ടെസ്റ്റിൻ്റെ സ്റ്റേഷനറി മാറി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റിന് പകരം ലോഗോ ആഡ് ചെയ്യാം. ടെസ്റ്റ് കോമ്പിൽ പോയി ടെസ്റ്റ് മാറ്റി ലോഗോ ആഡ് ചെയ്താൽ മതി. ഇതുപോലെ
ആൻഡ് ദാറ്റ്സ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.